വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. നമ്മൾ ഈ വർഷത്തിലെ അവസാനത്തെ ചില ദിവസങ്ങളിലേക്കാണ് വന്നിരിക്കുന്നത്, അവസാനത്തെ ചില ആഴ്ചകളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ദിവസം ഈ വർഷം കർത്താവ് നമ്മളെ ഒത്തിരി വഴി നടത്തി. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ദയ എല്ലാം നമ്മൾ ഓരോ ദിവസവും കണ്ടു. അപ്പോൾ ഈ ദിവസങ്ങളെല്ലാം നമുക്ക് നന്ദിയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ വരാം. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിലേക്ക് നമ്മളെല്ലാവരും കടക്കുമ്പോൾ നന്ദിയോടെ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള ബ്ലെസ്സിങ് ടുഡേ വ്യൂവേഴ്സ്, ഇറ്റ്സ് ഓൾ കം വിത്ത് എ ഹാർട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് താങ്ക്സ് ഗിവിങ്. ഇവൻ കർത്താവ് വലിയ കാര്യങ്ങൾ ഈ വർഷം നമ്മുടെ ലൈഫിൽ ചെയ്തു, ഇനിയും ചെയ്യാനുണ്ട്, കഴിഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളെല്ലാവരും തയ്യാറെടുക്കുകയാണ്. ഈ 2026 കർത്താവിൻ്റെ വാഗ്ദാനങ്ങളാൽ നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ഡിസംബർ 31 രാത്രി നമ്മൾ ഒരുമിച്ച് 2026 ക്രോസ് ഓവർ ചെയ്യാൻ പോകുന്നത് ന്യൂ ഇയർ ബ്ലെസ്സിങ് സർവീസിലാണ്. അന്നത്തെ ദിവസം ഇറ്റ്സ് ഗോയിൻ ബി അമേസിങ്. നമ്മൾ കൂടാൻ പോകുന്ന രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ബ്ലെസ്സിൻ്റെ കുടുംബം എല്ലാവരും, എല്ലാ ബ്ലെസ്സിങ് സെൻറ്റേഴ്സും ഗ്യാദർ ചെയ്യാൻ പോവുകയാണ്. പല രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ വരുന്നു, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ വരുന്നു. ഇറ്റ് ഈസ് ഗോയിൻ ടു ബി അമേസിങ്. ഏമാൻ, ഐ കാണ്ട് വെയിറ്റ്. നമുക്ക് എല്ലാവർക്കും അതിനുവേണ്ടി കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം, ഒരുങ്ങാം. അതിനുവേണ്ടി ഞങ്ങൾ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ബട്ട് അപ്പോൾ തന്നെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സാധ്യമാക്കിയ ചില സ്പോൺസേഴ്സ് ഉണ്ട്. നമുക്കൊരു കീ സ്പോൺസറാണ് ആക്ച്വലി ഉള്ളത്. വെൺമണിയിൽ നിന്ന് ഗോപിക സിസ്റ്ററാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നവംബർ 22 മകൾ ഗംഗയുടെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ. അപ്പോൾ തന്നെ ഇന്ന് ഗോപികയുടെ ജന്മദിനമാണ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജാനുവരി 22 ഗോപികയുടെയും രാധാകൃഷ്ണൻ്റെയും വിവാഹ വാർഷികമാണ്. അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. കർത്താവ് ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി കരങ്ങൾ നീട്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലിയ ബ്ലെസ്സിങ് ഈ വർഷം ഈ കുടുംബത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഗംഗയെ അനുഗ്രഹിക്കുന്നു, മകളെ ബ്ലെസ് ചെയ്യുന്നു. കർത്താവെ, അപ്പോൾ തന്നെ ഗോപിക സിസ്റ്ററേയും രാധാകൃഷ്ണൻ സഹോദരനെയും അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഈ കുടുംബത്തെ, ഈ ദമ്പതിയെ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുടുംബത്തിൽ ആത്മീയമായ വളർച്ച ഉണ്ടാകട്ടെ. അപ്പോൾ തന്നെ ഗോപിക സിസ്റ്റർ നഷ്ടപ്പെട്ടു പോയ പണമെല്ലാം തിരികെ ലഭിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കടബാധ്യതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതുപോലെ നിങ്ങൾക്കും ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. തീർച്ചയായും കോൺടാക്ട് ചെയ്താലും. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക്. എല്ലാവരും സന്തോഷമായിരിക്കുന്നുവോ? ചിലർക്കൊക്കെ ദുഃഖം കാണും. ദുഃഖം മാറ്റുന്ന കർത്താവുണ്ട്. നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ച സമയത്ത് നമുക്കൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ജീസസ് വിൽ വൈപ്പ് അവേ യുവർ ടീയേഴ്സ്. യേശു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. ആദ്യം എനിക്ക് തോന്നുന്നു നമ്മുടെ TV പ്രോഗ്രാം പോലും ആരംഭിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഫ്രെയിമിൽ വന്നുകൊണ്ടിരുന്ന അതാണ്, യേശു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കും. ജീസസ് വിൽ വൈപ്പ് അവേ യുവർ ടീയേഴ്സ്. നമ്മുടെ സ്റ്റേജ് ബാക്ക്ഗ്രൗണ്ട്, ബാനറുകൾ, പോസ്റ്ററുകൾ, നോട്ടീസുകൾ, ഇത് കൂടാതെ എല്ലാ നമ്മുടെ കാറിൻ്റെയും പുറകിൽ സ്റ്റിക്കറിങ് ഉണ്ടായിരുന്നു, ജീസസ് വിൽ വൈപ്പ് അവേ യുവർ ടീയേഴ്സ്. സാക്ഷ്യങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആ ഒരു വേർഡിങ് മാത്രം കണ്ട് വിടുവിക്കപ്പെട്ട കുടുംബങ്ങളെ എനിക്കറിയാം. യേശു നിങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കുമെന്നുള്ള പ്രത്യാശയുടെ ആ വേർഡിങ് കേട്ടിട്ട് ചില ആളുകൾ മീറ്റിങ്ങിൽ വരികയും വിടുതലയക്കുകയും ഒക്കെ ചെയ്തു. ഞാനൊരു വചനം വായിച്ചോട്ടെ, തന്നോട്ടെ. സങ്കീർത്തനങ്ങളിൽ നിന്നാണ്. 37 സങ്കീർത്തനം 25 വചനത്തിൽ, I was young and now I am old. I have never seen the righteous forsaken or their children begging bread. ഒരാളുടെ അനുഭവ സാക്ഷ്യമാണ്. അയാളുടെ ജീവിതത്തിൽ I was young and now I am old. ഞാൻ ബാലനായിരുന്നു, ഇപ്പോൾ വൃദ്ധനായിരിക്കുന്നു. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ പ്രായാധിക്യത്തിലാണ്. But in my whole life I have never seen the righteous forsaken. ഇത് നിങ്ങൾക്ക് എൻ്റെ മലയാളം സ്ക്രീനിൽ വായിക്കാം. ഞാൻ ഒരിക്കലും കാണാത്തൊരു കാര്യം, എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തൊരു കാര്യം. I have never seen the righteous forsaken. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അല്ലെങ്കിൽ നീതിമാൻ ഉപേക്ഷിക്കപ്പെടുന്നതും, the children begging bread. അവരുടെ
മക്കൾ ഇരക്കുന്നതും ഭിക്ഷാടനം നടത്തുന്നതും എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ 80കളിലോ 90കളിലോ ഒക്കെ ആയിരിക്കാം, അതിൽ കൂടുതലാകാം. ഇത്രയും വർഷത്തിൻ്റെയിൽ കാണാൻ കഴിയാതിരുന്നൊരു കാര്യം എന്താണ്? I have never seen the righteous forsaken. നീതിയോടെ നടക്കുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ദൈവമക്കൾ ഉപേക്ഷിക്കപ്പെടുന്നത് കണ്ടിട്ടില്ല. And their children begging bread. അവരുടെ മക്കൾ ഇരന്ന് നടക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. എന്നെ ഭയങ്കരമായി ചിന്തിപ്പിച്ചിട്ടുള്ള ഒരു വചനമാണിത്. ഈ സങ്കീർത്തനം എഴുതിയ അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യമാണല്ലോ ഇത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനുമുള്ള നിരീക്ഷണത്തിൽ ഒരിക്കലും കാണാതിരുന്ന ഒരു കാര്യമാണിത്. ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരുന്നാലും അവൻ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ല. ദൈവത്തിൽ നിന്ന് മുടക്കമില്ല, അല്ലാതെയുള്ള ചില മുടക്കങ്ങൾ കാണും. ഉദാഹരണത്തിന്, നമ്മൾ പ്രാപ്തരല്ലാതിരിക്കുക, നമുക്ക് വിശ്വാസമില്ലാതിരിക്കുക, നമുക്ക് പ്രാർത്ഥന ഇല്ലാതിരിക്കുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപക്ഷെ ചില മുടക്കങ്ങൾ വന്നേക്കാം. അതല്ലാതെ ദൈവം ഒരിക്കലും നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും അവൻ മുടക്കുകയില്ല. അപ്പം ഇവിടുത്തെ വിഷയം ഒന്ന് നമ്മൾ ശരിയാകുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പലതിൻ്റെയും കാരണം നമ്മൾ തന്നെയാണ് എന്നതുകൊണ്ട് ആവശ്യമില്ലാത്തതിൻ്റെ എല്ലാം കുറ്റബോധം തലയിലെടുത്ത് വെക്കാനുമല്ല ഞാൻ ഈ പറയുന്നത്. ദൈവത്തിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകുന്നു. മോശയുടെ ന്യായപ്രമാണത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. നാം പുതിയ നിയമത്തിൽ ക്രിസ്തുവിലേക്ക് തിരിയുമ്പോൾ പഴയ നിയമത്തിൻ്റെ ഷാഡോ, പഴയ നിയമത്തിൻ്റെ വെയിൽ, ആ മൂടുപടം അങ്ങ് മാറി പ്രകാശിച്ച് കാണാൻ കഴിയുന്നു. ഓക്കെ, അപ്പം മൂടുപടങ്ങളെല്ലാം പിച്ച് ചീന്തുന്ന ഒരു ദൈവമുണ്ട്. ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ കണ്ടുകിട്ടിയാൽ അവിടെ മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളൊക്കെ അങ്ങ് മാറുകയാണ്. ബ്ലെസ്സിംഗ് ടുഡേയുടെ ചരിത്രത്തിൽ തുടക്കം മുതൽ എത്രയോ കുടുംബങ്ങൾ അവർ വളരെ തകർന്ന അവസ്ഥയിൽ, വളരെ തകർന്ന അവസ്ഥയിൽ, നല്ലൊരു വസ്ത്രമില്ലാതെ, വണ്ടിക്കൂലിയില്ലാതെ, അല്ലെങ്കിൽ ലക്ഷങ്ങളുടെയോ കോടികളുടെ കടഭാരങ്ങളുമായി എല്ലാ വാതിലുകളും മുട്ടിയിട്ടും തുറക്കാതെ, ഗതി കിട്ടാതെ, ഏറ്റവും അവസാനത്തെ ഒരു വരവാണല്ലോ പ്രാർത്ഥനാ സ്ഥലത്ത്. അങ്ങനെ വന്നിട്ടുള്ള ആളുകളുടെ ഇന്നത്തെ അവസ്ഥ എത്രയോ വ്യത്യസ്തമാണ്. അവരത് മാനിച്ചതും. കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റേറ്റസ് മാറും എന്ന് പറഞ്ഞു. ഈ പഴയ ബ്രാൻഡ് നെയിം, പഴയ ലേബൽസ്, പഴയ നിക് നെയിംസ്, പഴയ ടാഗ്സ് ദൈവം എടുത്ത് മാറ്റും. ബൈബിളിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, അപ്പനമ്മമാർ ഇടുന്ന പേര് കർത്താവ് ചിലപ്പോൾ എടുത്തങ്ങ് കളയും, അല്ലെങ്കിൽ ഒരു സഫിക്സോ എന്തെങ്കിലും ചേർത്തിട്ട് അതിനങ്ങ് മാറ്റും. ചിലത് പാടെ അങ്ങ് മാറ്റും. അബ്രഹാമിൻ്റെ പേര് അബ്രഹാം ആക്കിയത് എല്ലാവർക്കും അറിയാം. അബ്രഹാം എന്ന് വന്നപ്പോൾ ശരിക്കും യഹോവയുടെ ആ പ്രധാനപ്പെട്ട അതിൻ്റെ ആ പേരിൻ്റെ ഒരു പീസ് ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ പേര് തന്നെ അബ്രഹാം എന്നതിൻ്റെ അകത്ത് എബ്രായ ഭാഷ മനസ്സിലാവുമ്പോഴേ അത് കൃത്യമായി നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. സാറായി എന്നുള്ളതിനെ സാറാഹ് എന്നാക്കി. ഇതുപോലെ ദൈവം പലരുടെയും പേര് മാറ്റി. ശിമോൻ്റെ പേര് പെട്രോസ് അല്ലെങ്കിൽ പീറ്റർ എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നു, ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നു. അങ്ങനെ കേഫാ, സീഫസ് എന്നൊക്കെ കർത്താവ് അങ്ങ് മാറ്റി. ഇതിനെല്ലാം കാരണം പല ഐഡൻറ്റിറ്റിയും പല ലേബലിങ്ങും ബ്രാൻഡിങ്ങും ഒക്കെ കർത്താവ് എടുത്ത് അങ്ങ് കളയുന്ന എന്തിനു വെച്ചൊരു പുതിയ ഒരു ബ്രാൻഡ് നെയിമിലേക്ക്, പുതിയൊരു സ്റ്റേറ്റസിലേക്കൊക്കെ നമ്മളെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഈ പുസ്തകം ഇരിപ്പുണ്ട്, ആശിഷമാരി എന്ന് പറയുന്നൊരു പുസ്തകം ഇരിപ്പുണ്ട്. നമ്മൾ ബ്ലെസ്സിംഗ് ടുഡേയിൽ നിന്നും ആദ്യമായിട്ട് ഇറക്കിയ പുസ്തകമാണ്. അതിനു മുമ്പ് ഞാൻ ബുക്സ് എഴുതിയിട്ടുണ്ട് വേറെ ഫീൽഡിലൊക്കെ, സ്പിരിച്വൽ ബുക്സ് എഴുതിയിട്ടുണ്ട്. പക്ഷേ ബ്ലെസ്സിംഗ് ടുഡേ എന്നുള്ള ആ പേര് വന്ന ശേഷം നമ്മൾ ഇറക്കിയ ആദ്യത്തെ പുസ്തകമാണ് ആശിഷമാരി. എത്ര പേര് വായിച്ചിട്ടുണ്ട്?
ഈ ആശിഷമാരി ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ് ഇത് മലയാളത്തിൽ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ ചെയ്തെങ്കിലും പബ്ലിഷ് ചെയ്തില്ല. ഒരു തൃപ്തികരമായ ഇതിലേക്ക് ഇതുവരെ അത് വന്നിട്ടില്ല. എനിവേ, ഈ ഈ ഈ പുസ്തകം വായിച്ചിട്ടുള്ളവർ ഇപ്പോൾ കമൻറ്റ് ബോക്സിലോ ലൈവ് ചാറ്റിലോ ഒന്ന് ഇടാമോ. ഐ ഹാവ് റെഡ് ഷവേഴ്സ് ഓഫ് ബ്ലെസ്സിങ്, അല്ലെങ്കിൽ ഐ ഹാവ് റെഡ് ആശിഷമാരി. ഞാൻ ആശിഷമാരി വായിച്ചിട്ടുണ്ട്. ഫുൾ വായിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അപ്പുറം ഇപ്പുറം ഇങ്ങനെ നോക്കി വെച്ചവരൊന്നും ഇടണ്ട. ഈ ഈ ഈ പുസ്തകം ഇറങ്ങുന്നതിൻ്റെ പിന്നിൽ ഒരു സംഭവമുണ്ട്. നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം, ഡെയിലി പ്രോഗ്രാം, ഡെയിലി എന്ന് വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ തുടങ്ങിയ ശേഷം ആദ്യത്തെ 50 എപ്പിസോഡുകളിൽ ഞാൻ ദൈവസ്നേഹത്തെക്കുറിച്ച് വിവിധ രീതിയിൽ ദൈവം നമ്മളെ നടത്തുന്ന വഴികൾ, ആ കാര്യങ്ങൾ, അതുപോലെ വളരെ ഡീപ്പായിട്ടുള്ള ഹീലിംഗ് കിട്ടേണ്ടതിൻ്റെ കാര്യങ്ങൾ, ബേസിക് ഫണ്ടമെൻ്റൽ ടീച്ചിങ്സ്, ഇതെല്ലാം ആദ്യത്തെ 50 എപ്പിസോഡ്സിൽ ഞാൻ കൊടുത്തു. അപ്പോൾ അത് കേട്ടോണ്ടിരുന്ന MJ സന്തോഷ് എന്ന ഒരു കർത്തൃദാസൻ, അദ്ദേഹത്തിനുള്ളൊരു പ്രേരണയുണ്ടായി. ഇതൊരു നോവൽ രൂപത്തിലാക്കി അത് പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ, സാധാരണ ഇത് നേരിട്ട് പറയുമ്പോൾ പലർക്കും അത്ര മനസ്സിലാവില്ല. എന്നാൽ സാധാരണ ഗ്രാമീണ ഭാഷയിൽ, സാധാരണ മലയാളത്തിൽ, ഏറ്റവും ലളിതമായ രീതിയിൽ കുറച്ച് കഥാപാത്രങ്ങളെ നിരത്തി അവരെ കൊണ്ട് ഇത് പറയിപ്പിച്ചാൽ എങ്ങനെയുണ്ടാവും? എന്നോട് ഒന്ന് അതിൻ്റെ ആശയം ചോദിച്ചു. ആൻഡ് ഐ സെഡ് ദാറ്റ് സീംസ് ടു ബി വെരി ഗുഡ്, ഇത് ചെയ്യാം. അങ്ങനെ അദ്ദേഹം എഴുതാൻ തുടങ്ങി. ഓരോരോ അധ്യായങ്ങൾ എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. പിന്നെ ഞാനും കൂടെ അതിൽ ആ കഥാതന്തു നല്ല രീതിയിലായി, നല്ലൊരു ലക്ഷണമൊത്ത ഒരു നോവൽ ആയി തീരത്തക്ക രീതിയിൽ അവസാനം ഞാനും കൂടി അതിലേക്കൊന്ന് കൈവച്ചു. അങ്ങനെ താര എന്ന പേരുള്ളൊരു പെൺകൊച്ചിൻ്റെ കഥയാണ് അതിൽ വരുന്നത്. താരയുടെ വീട്ടിൽ ഒന്നിനു പിറകെ ഒന്നായ അത്യാഹിതങ്ങളാണ്. ഫാദർ മരിക്കുന്നു, ബ്രദർ മരിക്കുന്നു, വലിയ പ്രശ്നങ്ങളാണ്. ഒരു വലിയ ചോദ്യമാണ്, ദൈവമുണ്ടോ? ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇത് സംഭവിക്കും? എൻ്റെ അപ്പൻ ആരെ അടുത്തോണ്ട് പോയി? എൻ്റെ ആങ്ങളെ ആരെ കൊണ്ടുപോയി? അപ്പം ഞാൻ പറയുന്നത്, നമ്മുടെ വീടുകളിലൊക്കെ, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളല്ലേ. വെടിക്കെട്ടിൽ ആളുകൾ മരിക്കുന്നു, പടക്ക നിർമ്മാണശാല പൊട്ടിത്തെറിച്ച് ഇത്ര പേര് മരിച്ചു, ബോട്ട് മുങ്ങി മരിക്കുന്നു, വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പുറകിൽ നിന്നും വാഹനം ഇടിച്ചു മരിക്കുന്നു. വീട്ടിലേക്ക് പച്ചക്കറിയും ബ്രെഡും പിള്ളേർക്കുള്ള സാധനങ്ങളുമായി വരുന്ന പിതാവ് വണ്ടി കയറി മരിക്കുന്നു. ജോലിക്ക് പോയ മമ്മി തിരിച്ചു വരുന്ന വഴി അത്യാഹിതത്തിൽപ്പെടുന്നു. അല്ലെങ്കിൽ സ്കൂളിൽ പോയ കുഞ്ഞ്, ഞാൻ വായിച്ച വാസ്തവത്തിൽ വിങ്ങിയിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. സ്കൂൾ കെട്ടിടം ഇടിഞ്ഞു വീണ് കുഞ്ഞുങ്ങൾ മരിക്കുന്നു, പിഞ്ചു കുഞ്ഞുങ്ങൾ മരിക്കുന്നു. അപ്പം അങ്ങനെ ഒരു വലിയ വിലാപത്തോടു കൂടിയാണ് ആ പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായം, 15 അധ്യായമുണ്ട്, ആദ്യ അധ്യായം ആരംഭിക്കുന്നത്. ഇപ്പോൾ വായിച്ചവർക്ക് ഇപ്പോൾ ഓർമ്മ വരും, ഇത് വാസ്തവത്തിൽ ഒരു ഫിലിം ആക്കണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചൊരു മൂവി ആക്കണമെന്നൊക്കെ ചിന്തിച്ചെങ്കിൽ ഇതുവരെ നടന്നിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. ഇങ്ങനെയുള്ള ഒരു തുടക്കമാണ്. പക്ഷെ എൻ്റെ അവസാനം അങ്ങനെയല്ല. ആ വീട്ടിലേക്ക് യേശു വരികയാണ്. താരയുടെ വീട്ടിൽ യേശു ചെല്ലുന്നു. എന്ത് സംഭവിക്കും? അപ്പം അതിന് നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയുടെ കുറേ കോണ്ടെക്സ്റ്റൊക്കെ വെച്ചുകൊണ്ടാണ് ഈ കഥാകൃത്ത് എഴുതിയിരിക്കുന്നത്. പക്ഷേ അവിടെ അതിനു വേണ്ടി അവളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഔട്ട്ലുക്ക്, ഫിലോസഫി മാറ്റുവാൻ വേണ്ടി ചിലരൊക്കെ ദൈവം, ചില അങ്കിളുമാരെയും ആൻറ്റിമാരെയൊക്കെ ദൈവം ഉപയോഗിക്കുന്നു. അപ്പം അങ്ങനെ താരയുടെ ദൈവത്തോടുള്ള ചോദ്യം, ആരാണ് ഇത് ചെയ്തത്? ദൈവമാണോ? ദൈവം എന്തുകൊണ്ട് എൻ്റെ പപ്പ എടുത്തു? ദൈവം എന്തുകൊണ്ട് എൻ്റെ ബ്രദറിനെ എടുത്തു? ദൈവം എന്തുകൊണ്ട് ഇങ്ങനെ? ദൈവം ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് സംഭവിക്കുന്നു? ഇതൊക്കെ നമ്മളെല്ലാവരും ചോദിക്കുന്നു. ഒരു അത്യാഹിതം വന്നാൽ ദൈവം എവിടെയാ? ദൈവം എവിടെയാ? ലാസറിന്റെ വീട്ടിൽ ചോദിച്ചില്ല, നീ എവിടെയായിരുന്നു? 4 ദിവസമായി നീ എവിടെയായിരുന്നു? സ്നേഹിതനാണെന്ന് പറഞ്ഞു. ഈ വീട്ടിൽ പല പ്രാവശ്യം വന്നു, പക്ഷെ ആവശ്യ സമയത്ത് നീ ഉണ്ടായിരുന്നു? പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും ഞങ്ങൾ വന്നു, യേശുവേ, ഞങ്ങൾ എത്ര പ്രാവശ്യം യേശുവിനെ ഞങ്ങൾ അടുത്തറിഞ്ഞു, പക്ഷേ ഈ കാര്യം നടന്നപ്പോൾ നീ എവിടെ പോയി? നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ അത്യാഹിതങ്ങൾ നടന്നിട്ടുണ്ടോ? പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പക്ഷേ ഈ താര എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ബൈബിൾ അടിസ്ഥാനത്തിൽ ചിലരൊക്കെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. വ്യക്തമാക്കിയ ഒരു കാര്യം,
ദൈവമല്ല അവളുടെ പപ്പയെ എടുത്തത്, ദൈവമല്ല അവളുടെ ആങ്ങളെ വിളിച്ചുകൊണ്ട് പോയത്. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് പിശാചാണ്. രോഗം വരുന്നത് ദൈവത്തിൽ നിന്നല്ല. രോഗം വരുന്നത് ദൈവത്തിൽ നിന്നായിരുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ദൃശ്യരൂപമായി ദൈവത്തെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന പുത്രനായ യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ നേച്ചർ പുറത്തേക്കെടുത്തപ്പോൾ രോഗികളെ അവൻ സൗഖ്യമാക്കി. ആർക്കും, ആരോഗ്യമുള്ള ആരെയും വിളിച്ച് അവരെ രോഗികളാക്കിയില്ല. അവർക്കൊരു രോഗം സമ്മാനമായി കൊടുത്തില്ല. നീ കുറച്ചുകൂടി ശുദ്ധീകരിക്കപ്പെടാനുണ്ട്, അതുകൊണ്ട് നീ ഈ രോഗത്തിലൂടെ പോയി ശുദ്ധീകരിക്കപ്പെട്ട് പുറത്തു ആർക്കും യേശു കൊടുത്തിട്ടില്ല. അതേസമയം യോഹന്നാൻ 10:10 പറയുന്നു, മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനും അത്രേ കള്ളൻ വരുന്നത്. കള്ളനാരാ? സത്താൻ. സോ ഈ രോഗങ്ങളും ഈ മരണവും ഈ കെടുതികളും അത്യാഹിതങ്ങളും വെടിവയ്പ്പും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവിൽ ആരെങ്കിലും തോക്കെടുത്ത് വെടിവെക്കും? പരിശുദ്ധാത്മ നിറവുള്ള ദൈവസ്നേഹത്തിൽ നിറഞ്ഞ രക്ഷിക്കപ്പെട്ട വീണ്ടും ജനിച്ച ഒരാള് ഒരു വലിയ കൂട്ടത്തിൻ്റെ, ഒരു ജനക്കൂട്ടത്തിൻ്റെ നേരെ ബോംബെറിയുമോ? പരിശുദ്ധാത്മാവിൽ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ? അങ്ങനെയെങ്കിൽ ഇത് ഏതാണ്? ദാറ്റ് ഈസ് ദ ഈവിൾ സ്പിരിറ്റ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കലാമിറ്റീസ്, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പ്രശ്നങ്ങളുടെയും കാരണക്കാരൻ ദൈവമാണ് എന്ന് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കും. എനിവേ, എല്ലാം ഇന്ന് പറയുവാൻ എനിക്ക് സമയമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ നിങ്ങൾ വാങ്ങിച്ച കോപ്പി വീട്ടിലിരിപ്പുണ്ടായിരിക്കും. ഈ അടുത്ത ദിവസങ്ങളൊന്നെടുത്ത് വായിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ ആമസോണിൽ നിങ്ങൾ തുറണം ഒരു കോപ്പി. ഇതിനകത്ത് ഈ 15 അധ്യായങ്ങളിൽ ഒത്തിരി കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്, പല പല മെസ്സേജുകൾ. പക്ഷേ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതിനകത്തുള്ള കഥാപാത്രങ്ങളുടെ സംഭാഷണത്തിലൂടെയാണ്. അപ്പോൾ അങ്ങനെ ആ കഥ രസിച്ച് വായിക്കുമ്പോൾ തന്നെ ഈ മെസ്സേജ് അങ്ങ് സിങ്കിൻ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ പുസ്തകം വായിച്ച ഒരു ചെറുപ്പക്കാരൻ, അതായത് ഈ കൊച്ചിയിൽ വന്നിട്ട് ഈ പുസ്തകം മേടിച്ചുകൊണ്ട് ഗൾഫിൽ പോയിട്ട് എനിക്കൊന്നും അവിടെ ജോലി കിട്ടാതിരിക്കുകയോ അങ്ങനെ എന്തോ മാസങ്ങളൊരു മുറിക്കകത്തായിപ്പോയി. അപ്പോൾ അതിഭയങ്കരമായ ഡിപ്രഷനിലൂടെ, ഭയങ്കരമായ നിരാശയിലൂടെ പോകുന്ന സമയം. പക്ഷേ ഈ പുസ്തകം വായിച്ച് ഈ മനുഷ്യൻ്റെ അകത്ത് പ്രത്യാശ വന്നു. താൻ യേശുവിനായി സമർപ്പിച്ചു. തനിക്ക് അത്ഭുതകരമായി കർത്താവ് വഴി തുറന്നു. അതിനുശേഷം അതുമായിട്ടൂടെ സാക്ഷ്യം പറയാമോ? സോ ദൈവത്തിന് ദൈവവചനത്തെ ഏത് രീതിയിൽ ദൈവവചനം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലും ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഞാൻ പറയാൻ വന്നത്, ആ താരയുടെ ജീവിതത്തിൽ എല്ലാം കെടുതികൾ മാത്രമാണ്, എല്ലാം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യേശുവിനെ അവൾ സ്വീകരിച്ചു. പ്രാർത്ഥനകളിൽ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതൊരു സാങ്കല്പിക കഥാപാത്രമായിട്ടാണ് താരയെ അവതരിപ്പിച്ചിരിക്കുന്നതെങ്കിലും നിരവധി താരമാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. നിരവധി താരമാർ ബ്ലെസ്സിങ് ടുഡേയിൽ വന്ന് ഇതുപോലെ ജീവിത രൂപാന്തരീകരണം പ്രാപിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് ജസ്റ്റ് എ സാമ്പിൾ. ഞാൻ പറഞ്ഞത്, അവളുടെ ജീവിതത്തെ കർത്താവ് സമാധാനത്തിൽ നിറച്ച്, ദൈവകൃപയിൽ നിറച്ച്, അവളുടെ ക്ലൈമാക്സിൽ കഥയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ വളരെ സന്തോഷവതിയായി, ഫ്രീ ആയി അവൾ മാറുന്നു. ദിസ് ഈസ് വാട്ട് ജീസസ് ഡസ് ഫോർ എ പേഴ്സൺ. ആർക്ക് വേണ്ടിയിട്ടും കർത്താവിന് ഇത് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് വേണ്ടി കർത്താവിന് ഇത് ചെയ്യാൻ കഴിയും. ഞാനിവിടെ ഈ 37-ാം സങ്കീർത്തനം 25-ാമത്തെ വചനമാണല്ലോ വായിച്ചത്. പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ബൈബിളിൽ നിങ്ങൾക്ക് ഈ സമയത്ത് അതൊന്ന് എടുത്തു നോക്കാം. 37 ദാവീദാണ് എഴുതിയിരിക്കുന്നത്. ദാവീദ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, ദൈവത്തോടൊപ്പം പതിറ്റാണ്ടുകൾ ജീവിച്ച് ദൈവത്തിൻ്റെ ഹാർട്ട് ബീറ്റ് മനസ്സിലാക്കിയവനാണ് ദാവീദ്. അപ്പോൾ അദ്ദേഹം ബാലനായിരുന്നു. ഇശായിയുടെ 8 മക്കളിൽ ലാസ്റ്റ്, ഏറ്റവും അവസാനത്തവനായി ജനിച്ച് വീട്ടിൽ സിബ്ലിങ്സിൻ്റെ ഇടയിൽ നിന്ന് തന്നെയും മാതാപിതാക്കളിൽ നിന്ന് തന്നെയും അവഗണനയും ഒക്കെ ആയിട്ട് വളർന്നു. എന്നാൽ അവിടെ നിന്ന് ദൈവം ആ ചെറുക്കനെ പുറത്തെടുത്ത് അഭിഷേകം ചെയ്ത് ഉയർത്തി മാനിച്ചു. പക്ഷെ ലൈഫ് മൊത്തം താൻ ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങളാണ്. 3-ാമത്തെ വചനത്തിൽ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്
and do good. Dwell in the land, enjoy safe pasture. എന്ന് വെച്ചാൽ കർത്താവിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക. ഡ്വൽ ഇൻ ദ ലാൻഡ്, ഈ ദേശത്ത് പാർത്ത്. എനിക്ക് തോന്നുന്നു മലയാളം എങ്ങനെയാണ്, ദേശത്ത് പാർത്ത് വിശ്വസ്ത ആചരിക്കുന്നതാണോ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾക്കത് സ്ക്രീനിൽ വായിക്കാം. ഇംഗ്ലീഷിൽ ഡ്വൽ ഇൻ ദ ലാൻഡ് ആൻഡ് എൻജോയ് സേഫ് പാസ്ചർ. ഈ ദേശത്ത് പാർത്ത് വളരെ സുരക്ഷിതമായ മേച്ചിൽ പുറങ്ങൾ ആസ്വദിക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്. Number 4, verse number 4, take delight in the Lord and he will give you the desires of your heart. 4-ാമത്തെ വചനത്തിൽ പറയുന്നത് യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, കർത്താവിൽ തന്നെ രസിച്ചുകൊള്ളുക. ഡിലൈറ്റ് ഇൻ ദ ലോർഡ്. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അപ്പോൾ അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് തരുമെന്ന് എഴുതിയിരിക്കുന്നു. സോ ടേക്ക് ഡിലൈറ്റ് ഇൻ ദ ലോർഡ് ആൻഡ് ഹി വിൽ ഗിവ് യു ദ ഡിസയേഴ്സ് ഓഫ് യുവർ ഹാർട്ട്. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം കർത്താവ് നമുക്ക് തന്നിരിക്കും. 5-ാമത്തെ വചനത്തിൽ കമ്മിറ്റ് യുവർ വേ ടു ദ ലോർഡ്. നിന്റെ വഴികളെല്ലാം ദൈവത്തെ ഏൽപ്പിക്കുക. എല്ലാവരും നമ്മുടെ തന്നെ ഇങ്ങനെ ചിന്തിച്ച് ടെൻഷൻ അടിക്കില്ല. ട്രസ്റ്റ് ഇൻ ഹിം ആൻഡ് ഹി വിൽ ഡു ദിസ്. അവനിൽ ആശ്രയിച്ചാൽ അവനത് നിവർത്തിച്ചു തരും, എല്ലാ വഴികളും നടത്തി തരും. Then he will make your righteous reward shine like the dawn and vindication like the noonday sun. എൻ്റെ മലയാളം എങ്ങനെയാണോ നിങ്ങളത് സ്ക്രീനിൽ വായിക്കുക. പിന്നെ കുറേയധികം കാര്യങ്ങളതിന് ശേഷം 7-ാമത്തെ വചനത്തിൽ ബി സ്റ്റിൽ ബിഫോർ ദ ലോർഡ് ആൻഡ് വെയിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ഹിം. ദൈവത്തിന് വേണ്ടി ശാന്തമായി നിശബ്ദമായി കാത്തിരിക്കുക. ഡു നോട്ട് ഫ്രെറ്റ് വെൻ പീപ്പിൾ സക്സീഡ് ഇൻ ദെയർ വേസ്. ആളുകൾ അവരുടേതായ വഴികളിലൂടെ വിജയിക്കുമ്പോൾ അത് നീ നോക്കണ്ട. വെൻ ദേ ക്യാരി ഔട്ട് ദ വിക്കറ്റ് സ്കീംസ്, അവരുടെ ദുഷ്ട പ്രവൃത്തികളൊക്കെ അവരെ ചെയ്യും. പക്ഷെ അതൊന്നും നോക്കി നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതിന് ശേഷം എല്ലാം പറഞ്ഞ് അതിനുശേഷമാണ് 25-ാമത്തെ വചനത്തിൽ എത്തുമ്പോൾ ഒത്തിരി അനുഭവങ്ങൾ, പലതും ഉപദേശങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ഐ വാസ് യങ്, നൗ ഐ ആം ഓൾഡ്. ഞാൻ ബാലനായിരുന്നു, ഇപ്പോൾ പ്രായമായി. പക്ഷെ ഒരിക്കലും ഒരു നീതിമാൻ ഉപേക്ഷിക്കപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല. എന്തിനാ ഞാൻ ഇത് വായിച്ചെന്നറിയാമോ? ജീവിതത്തിൽ ദൈവിക വഴികളിൽ ജീവിക്കാൻ ഒരാൾ തീരുമാനിച്ച് 16 വയസ്സിലാണ് ഞാൻ തീരുമാനിക്കുന്നത്. അന്ന് എന്നെ ഏറ്റവും അധികം സ്പർശിച്ചൊരു വചനമാണ് സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വചനമാണ്. യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. അപ്പോൾ റിമെമ്പർ ദൈ ക്രിയേറ്റർ ഇൻ ദ ഡേയ്സ് ഓഫ് ദൈ യൂത്ത്. ഞാൻ ഒത്തിരി പേർക്ക് ഓട്ടോഗ്രാഫ് എഴുതുമ്പോഴൊക്കെ ഞാൻ ഈ പഠിപ്പിച്ച കാലത്ത് പിള്ളേർ ഓട്ടോഗ്രാഫായിട്ട് വരും, ഒത്തിരി പേർക്ക് എഴുതി കൊടുക്കണം. മിക്കവാറും എല്ലാവർക്കും ഞാൻ ഈ വചനം എഴുതി കൊടുത്തു. റിമെമ്പർ യുവർ ക്രിയേറ്റർ ഇൻ ദ ഡേയ്സ് ഓഫ് യുവർ യൂത്ത്. യൗവനകാലത്ത് ദൈവത്തെ ഓർക്കുക, സൃഷ്ടാവിനെ ഓർക്കുക. ജീവിതകാലം മുഴുവൻ സേഫായി. അങ്ങനെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നവരുടെ ലൈഫിൽ ഒരിക്കലും ഉഴന്ന് നടക്കേണ്ടി വരികയില്ല, ഇരന്ന് നടക്കേണ്ടി വരികയില്ല. അവർക്കുള്ളത് ദൈവം കൊടുത്തിരിക്കും. ദൈവം അവരെ സമൃദ്ധിയായി നടത്തിയിരിക്കും. ഈ ഒരു ഉറപ്പാണ് വചനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ഇത് കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, ആ വചനം 25-ാമത്തെ വചനം ഒന്ന് എല്ലാവരും ഒന്ന് ലൈവ് ചാറ്റിലേക്ക് ഇട്ടെ. 37-ാം സങ്കീർത്തനം 25 എല്ലാവരും ഒന്ന് കോപ്പി ചെയ്തതിലേക്ക് ഇട്ടോ. ഒത്തിരി പേരത് കാണട്ടെ. ഞാൻ ഉറപ്പ് തരികയാണ്, കർത്താവ് നിങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി കൈകൾ നീട്ടിപ്പിടിക്കാം. കർത്താവേ, ഇത് കാണുന്ന എല്ലാവരെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട വചനം പോലെ ഇവരുടെ ജീവിതത്തിൽ ഒന്നിനും ഉഴന്ന് നടക്കേണ്ടി വരാതെ ദൈവമായ വഴികൾ തുറക്കുന്നതിനായി ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് അത്ഭുതകരമായി കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. പലരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ ഉദയം ചെയ്യുന്നതായിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ മനസ്സിലാക്കും. ദൈവത്തിൻ്റെ കൃപ വീടുകളിൽ ഉദയം ചെയ്യുകയാണ്. താങ്ക് യു മാസ്റ്റർ. നിരവധി വിടുതലുകൾ പല ജീവിതങ്ങളിലും വരികയാണ്. പ്രത്യേകിച്ച് ആസ്മയുള്ള ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഉറങ്ങാൻ കഴിയാത്ത ചിലരെ കർത്താവ് ഇപ്പോൾ തൊടുന്നത് കാണുന്നു. ഇൻ ജീസസിനെ ലുക്കീമിയ പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ
നാമത്തിൽ സൗഖ്യമാകട്ടെ. കട്ടിൽ കിടന്നുകൊണ്ട്, കിടക്കയിൽ കിടന്നുകൊണ്ട്, ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് പോലും ഇത് കാണുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, വിടുതൽ ഉണ്ടാകട്ടെ. ഏത് വൃക്ഷത്തിൻ്റെ മേലും വിടുതൽ കൽപ്പിക്കുന്നു. ഇൻ ജീസസ് നെയിം, ആമേൻ, ആമേൻ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ ബ്ലെസ്സിങ് ടുഡേയുമായി പാർട്ട്ണർഷിപ്പിൽ വരുവാൻ താല്പര്യമുള്ള എല്ലാവരും ദയവായി സ്ക്രീനിലെ നമ്പറിൽ നിന്ന് വിളിക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആമസോണിൽ ലഭ്യമാണ്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ.